CSEBയുടെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുവർണ്ണ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വിലയേറിയ ധാതുക്കൾ, ചണം, പയർവർഗ്ഗങ്ങൾ, ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ നമുക്ക് സുവർണ്ണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹോർട്ടിക്കൾച്ചറാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, കേന്ദ്ര ധനകാര്യ മന്ത്രി. നമ്മുടെ ഇതിൽ ആൻസർ വരുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ അറേഞ്ച്ഡ് മർഡർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ്, റസ്കിൻ ബോണ്ട്, ചേതൻ ഭഗത്, രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചേതൻ ഭഗത് ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഏക കേരളീയൻ ആര്? PJ ആൻ്റണി, ഷാജി N കരുൺ, മധു, അടൂർ ഗോപാലകൃഷ്ണൻ. നമ്മുടെ ആൻസർ വരുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതു കളി നിങ്ങളെത്താൻ. ഇതെഴുതിയത് ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ, G ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, കുമാരനാശാൻ. നമ്മുടെ ആൻസർ വരുന്നത് കുമാരനാശാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂദാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് കൃപാലിനി, വിനോബോ ഭാവെ, രാജാറാം മോഹൻ റോയ്, ലാല ലജ്പത് റായ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, വിനോബ ഭാവെ. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരത്തിൻ്റെ നേതാവ് ആര്? ഓപ്ഷൻസ് അയ്യങ്കാളി, KK എളപ്പൻ, ഡോക്ടർ പൽപ്പു, വേലായുധ പണിക്കർ. നമ്മുടെ കല്ലുമാല സമരത്തിൻ്റെ നേതാവ് അയ്യൻകാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിക്ടറി സിറ്റി എഴുതിയതാര്? മലാല യൂസഫായ്, സൽമാൻ റുഷ്ദി, RK നാരായൺ, അൽ നെയതി. അപ്പോൾ വിക്ടറി സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൽമാൻ റുഷ്ദിയാണ്. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻസ് കൊൽക്കത്ത, ഹൗറ, കൊച്ചി, നാഗപട്ടണം. നമ്മുടെ ആൻസർ വരുന്നത് കൊച്ചിയാണ്. ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം നടന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? നെയ്യാർ, ഭാരതപ്പുഴ, കല്ലായിപ്പുഴ, കല്ലടയാർ. ഇതിൻ്റെ ആൻസർ വരുന്നത് കല്ലടയാറാണ്. അറബിക്കടലിൽ പതിക്കാത്ത നദി കല്ലടയാറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പയസ്വനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി കല്ലട, ഓപ്ഷൻ ഡി ചന്ദ്രഗിരി. അപ്പോൾ ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ? പയസ്വനി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. പയസ്വനി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നമ്മുടെ ചന്ദ്രഗിരിയാണ്. ചന്ദ്രഗിരിനെയാണ് നമ്മൾ പയസ്വനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വിക്ടറി സിറ്റി എന്ന് അറിയപ്പെടുന്നത് സൽമാൻ റുഷ്ദിയാണ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ അടുത്തത് നോക്കാം. ഹരിത കേരളം മിഷൻ്റെ ജില്ലാതല അധ്യക്ഷൻ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, മേയർ, കൃഷി ഡയറക്ടർ. ഇതിൻ്റെ ആൻസർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടനിലെ റോയൽ ഹിൽഫാർമിക് ഓർക്കസ്ട്രയിലൂടെ സിംഫണി അവതരിപ്പിച്ച ആദ്യ ഏഷ്യക്കാരൻ? ഇളയരാജ, KJ യേശുദാസ്, റസൂൽ പൂക്കുറ്റി, KS ചിത്ര. ഇതിൻ്റെ ആൻസർ ഇളയരാജയാണ്. താഴെ പറയുന്നവയിൽ 7 സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? അസം, നാഗാലാൻഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ്. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം. ഒറീസ, സിക്കിം, അസം, മിസോറാം. ഇതിലെ ആൻസർ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രോമാ ദിനം. ലോക ട്രോമാ ദിനം ഒക്ടോബർ 17, ഡിസംബർ 17, ജനുവരി 17, നവംബർ 17. നമ്മുടെ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒക്ടോബർ 17. ഇനി വിള ഉൽപാദനവും മണ്ണ് പരിപാലനവും കൈകാര്യം ചെയ്യുന്ന കാർഷിക ശാഖ. ഓപ്ഷൻസ് നോക്കാം. ആപ്പിക്കൾച്ചർ, അതുപോലെ തന്നെ അഗ്രോണമി, എൻറ്റോമോളജി, ഫാമിംഗ്. അഗ്രോണമിയാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് ജില്ലയിലാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ. ഇതിൻ്റെ ആൻസർ വരുന്നത് കോട്ടയമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചിയുടെ പച്ച ശ്വാസകോശം. മംഗളവനം, തട്ടേക്കാട്, കടമറ്റം, വെല്ലിംഗ്ടൺ ദ്വീപ്. ഇതിൻ്റെ ആൻസർ കടമറ്റം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏത്? പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്തത് ഉത്തരാഖണ്ഡാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ നിയമ ഓഫീസറായി അറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ, CAG, അഡ്വക്കേറ്റ് ജനറൽ, സോളിസിറ്റർ ജനറൽ. ഇതിൻ്റെ ആൻസർ വരുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ നമ്മൾ മുൻ വർഷത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഒരു മോഡലാക്കി എടുത്ത് ബാക്കിയും കൂടി ഒന്ന് റിവിഷൻ ചെയ്യുക.